കരങ്ങളിലേക്ക് സമർപ്പിക്കാം. IMS മാതാവിൻ്റെ മാധ്യസ്ഥ ശക്തിയാലും പ്രാർത്ഥനയാലും നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം മാതാപിതാക്കളെ ഓർക്കാം, കുടുംബനാഥനെ, നാഥയെ, മക്കളെ, കുഞ്ഞുമക്കളെ എല്ലാം കർത്താവിൻ്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ട നന്മകളെ ഓർത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് തിരിച്ച് തരണം. അങ്ങനെയുള്ള വിശ്വാസം, പ്രാർത്ഥന, ചൈതന്യം ഒക്കെ ഞങ്ങൾക്ക് തിരികെ തരണമേ. കുടുംബത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനം, ഉയർച്ചയും വളർച്ചയും ദൈവ അനുഗ്രഹം, കൃപകളും ഒക്കെ ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ വീണ്ടും ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും, ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും മാതാവിൻ്റെ IMS അമ്മയുടെ ശക്തിയാൽ ഈശോ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിനും ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കുക. നമ്മൾ എല്ലാ ആഴ്ചത്തെയും പോലെ തന്നെ മാതാവിനെ കുറിച്ചും നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചും കുറച്ച് വിചിന്തനം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയോടുകൂടെയാണ് ആയിരിക്കുക. നമ്മൾ എപ്പോഴും വായിച്ചു കേൾക്കുന്ന ഒരു വചനഭാഗം തന്നെയാണ് ഞാനെപ്പോഴും വായിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ, ഇത് എത്ര വട്ടം അച്ഛാ വായിച്ച് കേട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കാം. എങ്കിലും ദൈവവചനം ഒരു വട്ടം വായിക്കുമ്പോൾ അത് പിന്നെയും പിന്നെയും ശക്തി നമുക്ക്, അല്ലെങ്കിൽ അനുഗ്രഹം, കൃപ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കാതുകൾക്കും വായിക്കുമ്പോൾ നമ്മുടെ അധരങ്ങൾക്കുമൊക്കെ അനുഗ്രഹം പ്രദാനം ചെയ്യും. എത്ര കൂടുതൽ വചനം നമ്മൾ വായിക്കുന്നു അത്രയും കൂടുതൽ അനുഗ്രഹം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി. അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്നറിയാൻ അവിടുന്ന് അവയെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഢനിദ്രയിലാഴ്ത്തി. ഉറങ്ങിക്കിടന്ന അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയെല്ല് കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരയിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നനായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല എന്നുള്ള. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴിത് നമ്മൾ ഒത്തിരി വായിക്കും തോറും പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടുന്ന ഒരു വചനഭാഗമാണ്. ബൈബിളിലെ ഏത് വാക്യം നമ്മൾ വായിച്ചാലും അത് പുതിയ പുതിയ അർത്ഥങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതില് പ്രത്യേകമാവിധം ഒരു കുടുംബത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, ഒരു പുരുഷനും ഒരു സ്ത്രീയും യഥാർത്ഥത്തിൽ രണ്ടല്ല ഒന്നാണ് എന്നുള്ള ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. വിവാഹം
കഴിയുന്നതോടുകൂടി അവർ വീണ്ടും ഒന്നാക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജനിക്കുന്നത് സ്ത്രീയായിട്ടും പുരുഷനുമായിട്ട് ആണെങ്കിൽ പോലും അവർ വിവാഹത്തിലൂടെ വീണ്ടും ആരിൽ നിന്നാണോ വന്നത് അവരിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ചില നമ്മുടെ ജീവിത പ്രതിസന്ധികൾ മറ്റും വരുന്നത് പോലെ നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഉണ്ടെങ്കിൽ അറിയാം. ഒരു 6 മാസം മുൻപാണ് ഇപ്പോഴൊരു യുവതി ഒരു വക്കീലിൻ്റെ അടുത്തെത്തി, എനിക്ക് ഡൈവേഴ്സ് വേണം എന്ന് പറഞ്ഞു. അപ്പോഴേ വക്കീൽ പറഞ്ഞു, എന്താ കാരണം? മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിച്ചോ? അപ്പോഴേക്കും യുവതി പറഞ്ഞില്ല, അങ്ങനെയൊന്നുമല്ല. അപ്പൊ എന്താ കാരണം? ഡൈവേഴ്സിനുള്ള ഒരു കാരണം ഉണ്ടല്ലോ, അതെന്താണ്? അപ്പോഴേക്കും അവള് പറഞ്ഞു, ഇന്നലെ ഞാന് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ പോയി. അപ്പോഴേക്കും ഒരു ബേക്കറി എത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എനിക്കൊരു ഐസ്ക്രീം കുടിക്കണം. അപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, ഇപ്പൊ വേണ്ട, നമ്മൾ തിരിച്ചു വരുമ്പോ നമുക്ക് കുടിക്കാം എന്ന് പറഞ്ഞ് അയാള് വണ്ടി നിർത്താതെ എൻ്റെ ആഗ്രഹങ്ങളൊന്ന് റെസ്പെക്റ്റ് ചെയ്യാതെ അയാള് വണ്ടി വിട്ട് അയാൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി. അതുകൊണ്ട് എനിക്ക് ഡൈവോഴ്സ് വേണം. ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് ഡൈവോഴ്സ് വരെ എത്തിയ ഒരു വിവാഹബന്ധം വേർപെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയ നിസാര പ്രശ്നമാണ്, പക്ഷെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്ത് ചെയ്തു? അവളുടെ ആഗ്രഹങ്ങളെ ബഹുമാനിച്ചില്ല എന്നുള്ളതാണ്. അപ്പോഴേക്ക് ഇത് ചെറിയൊരു കാരണമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ അവൾക്കത് ഡൈവേഴ്സ് വരെ എത്തുന്ന ഒരു വലിയൊരു കാരണമാണ്. അപ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിലും ഇപ്പോഴത്തെ ജനറേഷൻ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്. പണ്ടൊക്കെ മാതാപിതാക്കളും അപ്പനും അമ്മയൊക്കെ, എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പയും അമ്മയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അമ്മയുടെ സ്വഭാവം അനുസരിച്ച് ഒരു 1000 വട്ടമെങ്കിലും ഡൈവേഴ്സ് ചെയ്ത് കഴിയണം. പപ്പ ഒന്നും മിണ്ടേയല്ല, അമ്മ ഇങ്ങനെ എന്താ കലകല എന്നിങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയത്തില്ലേ, ഒരു സ്വസ്ഥതയില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്കിതിനെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോവാം. പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ബന്ധം അല്ല എന്നാണ് ബൈബിൾ പറയാം. ഇത് വേർപെടുത്താൻ പറ്റിയ ബന്ധമല്ല. ഈശോ പറയുന്ന ഒരു കാര്യം അതാണ്. മനുഷ്യൻ ഇത് വേർപെടുത്തരുത്. കാരണം ഈശോയാണ് പുരുഷന് ചേർന്ന ഇണയെ നൽകിയത്. അതുകൊണ്ട് ഇത് വേർപെടുത്താൻ പറ്റുന്നതല്ല. ഇപ്പൊ ഒത്തിരി മാതാപിതാക്കൾ അത് തന്നെയാണ്. ഒത്തിരി പോരായ്മകളുള്ള ജീവിത പങ്കാളിയാണ് കൂടെയുള്ളത്. പക്ഷെ കളയാൻ പറ്റുമോ? വഴിയില് കളയാൻ പറ്റുമോ എന്നുള്ളതാണ്. ആദ്യത്തെ ഭാഗത്ത് അത് തന്നെയാണ്. അവൻ ഒത്തിരി മൃഗങ്ങളെ കണ്ടു, പക്ഷികളെ കണ്ടു, മത്സ്യങ്ങളെ കണ്ടു, ജീവജാലങ്ങളെ കണ്ടു, എല്ലാം അവൻ പുറകിലേക്ക് മാറ്റി നിർത്തി എന്നുള്ളതാണ്. മാറ്റി നിർത്തിയപ്പോഴാണ് അവനിലുള്ള കുറവ് കണ്ടത്. തനിക്കേറ്റ ഇണയെ, തനിക്ക് ചേർന്ന ഇണയെ കിട്ടിയില്ല. അപ്പോഴേക്കും അവൻ ഇണയെ കണ്ടപ്പോഴാണ്, ഇതാ ഒടുവിൽ, അവസാനമായിട്ടാണ് പറയാ, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. ഒരു പഴയ തലമുറ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. ഒത്തിരി ഒരു 1-2 തലമുറയ്ക്ക് മുൻപ് പലരും ചിന്തിച്ചിരുന്നത് ഒരിക്കലും ഏറ്റവും വലിയ പാപമാണ് വിവാഹബന്ധം വേർപെടുത്തൽ. ഏറ്റവും വലിയ പാപമാണ്. നമ്മുടെ അപ്പാപ്പന്മാരും അമ്മാമ്മമാരൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം, എന്ത് തന്നെ ഉപദ്രവിച്ചാലും എന്ത് തന്നെ വഴക്ക് പറഞ്ഞാലും രാത്രിയാവുമ്പോൾ അവരുടെ സന്ധ്യ കഴിയുമ്പോൾ പിണക്കമൊക്കെ മാറും എന്നുള്ളതാണ്. അതവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹമാണ്. അതവര് പരസ്പരം അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് പഴയ മാതാപിതാക്കൾക്കൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇപ്പോഴ് അങ്ങനത്തെ ഒരു ജനറേഷനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചെറിയൊരു കാരണം മതി എനിക്ക് ഇയാളെ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒത്തിരി തലമുറയിലെ നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി പേര് നമ്മുടെ കുടുംബങ്ങളിലും വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ മക്കളോ
അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ മക്കളോ ഒക്കെ, സഹോദരങ്ങളുടെ മക്കളോ നമ്മൾ കാണുന്നുണ്ട്. ചെറിയൊരു കാരണം മതി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ദൈവം വിഭാവന ചെയ്യുന്ന ഒരു കുടുംബം എന്ന് നമ്മൾ ഇതിൽ കണ്ടതാണ്. ഇപ്പോഴാദ്യ മാതാപിതാക്കളെ ദൈവം പറുദീസയിലാണ് വെച്ചത്, അല്ലേ? പറുദീസ നമ്മൾ പ്രത്യേകിച്ച് ദൈവം പറയുന്ന, യഹോവ പറയുന്ന ഒരു കാര്യം, എല്ലാ സുഖസൗകര്യങ്ങളും ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യവുമുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരു സ്ഥലമായിരുന്നു പറുദീസ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പറുദീസയിലാണ് ആദ്യമായിട്ട് ആദ്യത്തെ കുടുംബത്തെ ദൈവം കൊണ്ട് പാർപ്പിക്കുക. പക്ഷെ ദൈവം വിഭാവന ചെയ്ത കുടുംബം മനുഷ്യന്റെയും സാത്താന്റെയും സ്വാർത്ഥത കൊണ്ട് നടന്നില്ല എന്നാണ് വചനം പറയുക. അവര് കുറച്ചു കഴിഞ്ഞ് പറുദീസയ്ക്ക് പുറത്താക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് തൻ്റെ തന്നെ ഇതിനേക്കാളും നല്ലതുപോലെ ജീവിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവത്തെക്കാളും മുകളിലേക്ക് ഞാൻ കയറിപ്പോകാനായിട്ട് എപ്പോൾ ചിന്തിക്കുന്നുവോ അപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പതുക്കെ പതനം തുടങ്ങും എന്നുള്ളതാണ്. പിശാച് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ള ഒരു പ്രലോഭനം. ഇപ്പോഴും ദൈവത്തെ പോലെ ആകേണ്ട കാര്യം നമുക്കില്ല. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തണലില്, ദൈവത്തിന്റെ സംരക്ഷണത്തില് ജീവിക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. ഓരോ കുടുംബവും വിളിക്കപ്പെട്ടത് ദൈവത്തിന്റെ തണലിലും ദൈവത്തിന്റെ സംരക്ഷണത്തിലും ജീവിക്കാനാണ്, അല്ലാതെ ദൈവത്തോടൊപ്പം കയറിയിരിക്കാനല്ല. അത് നമ്മുടെ പതനത്തിന് കാരണം. അത് പ്രത്യേകം ബൈബിൾ പണ്ഡിതര് പറയുക, മനുഷ്യന്റെ അഹങ്കാരമാണ് മനുഷ്യനെ വീഴ്ത്തിയത്. മനുഷ്യന്റെ അഹങ്കാരമാണ് മനുഷ്യന്റെ പതനത്തിന് കാരണമായത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം വിവാഹ ജീവിതം കഴിഞ്ഞ് ഈശോയുടെ സംരക്ഷണത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവം വിഭാവന ചെയ്ത ഒരു കുടുംബം എന്ന് വെച്ചാല് പറുദീസയിലെ സ്വസ്ഥമായിട്ടുള്ള കുടുംബം. എന്നാൽ അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈശോ വിഭാവന ചെയ്ത ഒരു കുടുംബമുണ്ട്. അത് നമ്മള് സുവിശേഷത്തില് കാണുന്നത് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നുള്ള ഒരു ചെറിയൊരു ഉപദേശത്തോടു കൂടി ആരംഭിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ പറയുന്നത് കൂദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഈശോ തന്നെയാണ്. ഈശോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ഒരു ഹസ്ബൻഡിന് ചേർന്ന ഒരു വൈഫിനെ ഈശോ കൊടുക്കുകയുള്ളു. ചിലപ്പോൾ നമ്മള് ഒരാളിൽ കുറ്റം കണ്ടെത്താം. ചിലപ്പോ ഹസ്ബൻഡ് പറയാം, ഇതായിരിക്കില്ലെന്ന് തോന്നുന്നു എനിക്ക് ചേർന്ന ഇണ, അല്ലേ? ചിലപ്പോ വൈഫും തോന്നാം, എനിക്ക് ഒത്തിരി കഴിവുകളുണ്ട്, ഹസ്ബൻഡിന് ഞാൻ ഉദ്ദേശിച്ച സൗന്ദര്യമില്ല, കഴുകില്ല, ജോലിയില്ല, അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇതല്ല, വേറെ ആരോ ആണ് എന്നുള്ളത്. അപ്പോഴേക്കും അതല്ല, ദൈവം നമ്മെ അൾത്താരയുടെ മുൻപില് യോജിപ്പിച്ചത് ദൈവത്തിന് നിങ്ങൾ ചേരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഉറപ്പല്ല, മറിച്ച് ദൈവത്തിന്റെ ഉറപ്പാണ് നമ്മള് ബൈബിളിൽ കാണുന്നത്. ദൈവം, ഞാൻ നിങ്ങളെ യോജിപ്പിക്കുകയാണ്, നിങ്ങള് അത് വേർപിരിക്കരുത് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോഴ് രണ്ട് വ്യക്തികൾ വിവാഹം കഴിഞ്ഞ്, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, രണ്ട് വ്യക്തികൾ പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബന്ധുമിത്രാദികളെയും വീട്ടുകാരെയും വളരെ പേടിക്കണം, അവരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം. അത് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരും. കാരണം അവരുടെ പിന്നിൽ കുറച്ച് പേരിങ്ങനെ എന്താ പറയും, പിരിയിളക്കി കൊടുക്കാൻ, എന്താ പറയുമല്ലോ, ഇങ്ങനെ പിരി കയറ്റി കൊടുക്കാനായിട്ട് ഉണ്ടാകും. ചിലപ്പോൾ അത് നമ്മുടെ ആന്റിമാരായിരിക്കും, ചിലപ്പോൾ അങ്കിളുമാരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും. കല്യാണം കഴിയുന്ന അന്ന് മുതൽ അവരാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത്.
അങ്ങനെ ഇവര് സന്തോഷത്തോടെ ജീവിക്കണ്ട. നമ്മുടെ മനസ്സില് മോളെ നീ നല്ലതാണ്, അവനും നല്ലതാണെന്ന് പുറത്ത് പറയുമെങ്കിലും ഇന്ന് മുതൽ ഇവരെങ്ങനെ ജീവിക്കുമെന്ന് ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞത് രണ്ടുപേരെ ഇങ്ങനെ പിരികേറ്റി അവരെ വേണമെങ്കിൽ വിവാഹ ബന്ധം ഏർപ്പെടുത്താൻ വരെ എത്തിക്കുന്ന ചില ബന്ധുക്കൾ വരെ ഉണ്ട്, കൂട്ടുകാരും ഉണ്ട്, അല്ലെങ്കിൽ അയൽക്കാരുണ്ട്, ആന്റിമാരും അങ്കിളുമാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പിരികേറ്റുന്ന ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുകയേ ചെയ്യരുത്. കാരണം നമ്മള് അപ്പൊ തന്നെ അവര് കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒത്തിരി പരദൂഷണങ്ങളൊക്കെ പറഞ്ഞു തരും, അവരങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി വേണ്ടാത്തരമൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വേർപിരിക്കാൻ പോലും സാത്താൻ പറഞ്ഞു വിടുന്ന സുന്ദരമായ മുഖമുള്ള നമ്മുടെ ബന്ധുക്കളായിരിക്കാം അവര്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കൽപ്പനയിൽ ഈശോ അനുഗ്രഹിച്ച ആ ഇതില് നമ്മൾ ഉറച്ചു നിൽക്കണം. ആരൊക്കെ പ്രതിബന്ധമായിട്ട്, ഏത് മനുഷ്യരൊക്കെ പ്രതിബന്ധമായിട്ട് നിന്നാല് നമ്മൾ നിൽക്കണം. വളരെ ഉറപ്പോടെ, വളരെ ദൈവ അനുഗ്രഹത്തോടെ നിൽക്കണം. നമ്മൾ ഒത്തിരി നമുക്കറിയാം, എവിടെയാണെങ്കിലും നമ്മളെ വീടിനടുത്ത് ഓടി എത്താവുന്ന ദൂരത്തില് പള്ളികളുണ്ട്, കുരിശടികളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഒരു സങ്കടം കുടുംബത്തിൽ വന്നാൽ നേരെ ഈശോയുടെ അടുക്കലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ബന്ധുക്കളുടെ അടുക്കലേക്ക് പോയി നമ്മൾ കൂടുതൽ ബന്ധം വഷളാക്കുന്നത് എന്തുകൊണ്ട്? ഈശോയുടെ അടുക്കൽ കൃത്യമായിട്ട് പോയി ഈശോയോട് ചോദിച്ചാൽ ഈശോ കറക്റ്റ് ഉത്തരം തരും. നമ്മൾ വിചാരിക്കും ഈശോ ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ അവിടെ പോയി സമാധാനത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ ഉത്തരങ്ങളും അവിടെ നിന്ന് കിട്ടും. പണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പകാലത്താണ് ഇവിടെ ഞാൻ വരുന്നത്. എനിക്കൊന്ന് 9-10 ക്ലാസ്സിൽ ആ സമയത്താണ് അമ്മ എല്ലാ മാസവും ഇങ്ങനെ രാത്രി ആരാധനയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഇവിടെ വരുമായിരുന്നു. അപ്പോഴും ഞങ്ങള് അറിയാമല്ലോ, കുട്ടികൾ പ്രാർത്ഥിക്കാനെന്ന് പറയുമ്പോൾ തന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുങ്ങാനായിട്ട് നോക്കും. അപ്പോഴേക്കും അമ്മ നിർബന്ധിച്ച് കൊണ്ടുവരും. നമ്മുടെ കുടുംബത്തെ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ കാക്കുന്നത് IMS അമ്മയാണ്. അന്ന് അധികം ധ്യാനകേന്ദ്രങ്ങളോ അങ്ങനത്തെ കൂടുതൽ നമ്മൾ റിട്രീറ്റ് നയിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാലയങ്ങളൊന്നും ഇല്ല. ഏറ്റവും ഫേമസ് ആയത് IMS ധ്യാനകേന്ദ്രമാണ്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇതെല്ലാം നിറച്ച് അന്ന് ആൾക്കാരുള്ള സമയമാണ്. രാത്രിയൊക്കെ ഇവിടെ നിറച്ച് ആൾക്കാരൊക്കെ ഉള്ള സമയമാണ്. ഞങ്ങളും ചിലപ്പോൾ പറയും, എന്തിനാ തിരക്കിനിടയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന എന്തിനൊക്കെ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ മാസവും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുടുംബം ഇത്രയും സമാധാനത്തോടെ പോകുന്നത്. IMS അമ്മ നമ്മളെ കാക്കുന്നത് കൊണ്ടാണ്. അപ്പോഴേക്കും നമുക്ക് വ്യത്യസ്തമായ പേരുകൾ, ഇപ്പൊ നമ്മൾ ചെറുതിലെ കേട്ട് വളരുന്ന മറിയം എന്നുള്ള, അപ്പോഴേക്കും പ്രത്യേകതരം ഒരു പേര് കേട്ടത് ഇവിടത്തെ ഈ IMS അമ്മ എന്നുള്ള ഒരു. എപ്പോഴും അമ്മ എല്ലാ വർഷവും കലണ്ടർ വീട്ടിലേക്ക് കൊണ്ടുവരും, ചെറിയ പടങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോഴേക്കും നമുക്ക് അതൊരു വലിയൊരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റ് ധ്യാനകേന്ദ്രങ്ങളൊക്കെ ആ സമയം വളർന്നു വരുന്നത്, ഇത് വളർന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കണം, കുടുംബങ്ങളെ സമർപ്പിച്ചു. കാരണം ഒത്തിരി കുടുംബങ്ങൾക്ക് തണലും താങ്ങുമായിട്ടുള്ള അമ്മ വസിക്കുന്ന സ്ഥലമാണ്. വളരെ വിശ്വാസത്തോടെ തന്നെ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നമ്മള് പഴയ നിയമത്തിൽ തന്നെ തോബിയാസിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു അനുഗ്രഹം നമ്മൾ കാണുന്നുണ്ട്. എനിക്കൊന്ന് എല്ലാവരും ബൈബിളൊക്കെ വായിക്കുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ തോബിയാസിനും കൊച്ചു തോബിയാസിനും സാറയ്ക്കും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ സമയത്ത് തോബിയാസ് പറയും, എൻ്റെ അപ്പനും അമ്മയും എന്നെ കാത്തിരിപ്പുണ്ടാകും, ഞാനപ്പോ അവരെ ഒന്ന് കാണുവാനായിട്ട് സാറയുമായിട്ട് പോകട്ടെ എന്ന് പറയുമ്പോൾ റഹുവയില് പറയും, കുറച്ച് ദിവസം കൂടെ എൻ്റെ കൂടെ താമസിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ കൊച്ചു തോബിയാസ് പറയും, ഇല്ല, അവിടെ പപ്പയും അമ്മയൊക്കെ
കാത്തിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ചെല്ലാം. പണ്ടത്തെ പോലെ ഇപ്പോഴത്തെ പോലെ നമുക്ക് മൊബൈലൊന്നും ഇല്ല വിളിച്ചൊന്നും പറയാനായിട്ട്. ഒരാളെ റഹുവേല് പറഞ്ഞു വിട്ട് ആളെപ്പോ എത്തുമെന്ന്. കാരണം 1 മാസം, ചിലപ്പോ 15 ദിവസം, 20 ദിവസം കാൽനടയായിട്ട് അല്ലെങ്കിൽ കഴുതപ്പുറത്തൊക്കെ പോയിട്ട് വേണം അവിടെ എത്താനായിട്ട്. അപ്പോഴേക്കും അവിടെ പപ്പയും അമ്മയും വളരെ അസ്വസ്ഥരായിട്ട് മകൻ എന്തെങ്കിലും സംഭവിച്ചോ, ഇനി അവിടെ എത്തിയോ എന്നൊക്കെ അറിയാതെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ റഹുവേലിനോട് തോബിയാസ് പറയും, ഞാനും സാറയുമായിട്ട് തിരിച്ചു പോകാം. അപ്പോഴേക്കും റഹുവേലും ഭാര്യ യത്ന അവര് രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു ഉപദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പെൺകുട്ടിയെ താങ്കളുടെ വീട്ടിൽ നിന്ന് ഒരു പയ്യനെ വിശ്വസിച്ച് ഇറക്കി വിടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിശ്വസിച്ച് ഒരു പയ്യനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാ മാതാപിതാക്കളും, ഇവിടെ ആയിരിക്കുന്നവരും അല്ലാത്തവരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു 2-3 സെന്റൻസ് ആണ്, അനുഗ്രഹത്തിന്റെ സെന്റൻസ് ആണ് തോബിയാസിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ റഹുവേല് തോബിയാസിന്റെ അമ്മാവനായിരുന്നു. അപ്പോൾ മകളായ സാറയെയും തോബിയാസിനെയും അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, ഇനിമേല് തോബിയാസിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. അവരെ ബഹുമാനിക്കുക, നിന്നെ പറ്റി നല്ലത് മാത്രം കേൾക്കാനായിട്ട് ഇടവരട്ടെ. ഒരു നല്ലൊരു ഉപദേശമാണ്. ഏതൊരു അമ്മയും ഒരു മകൾക്ക് അനുഗ്രഹത്തോടെ പറഞ്ഞു കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ഉപദേശമാണ്. ഇനി നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. കാരണം അവള് എല്ലാം വിട്ട് വേറൊരു ഗൃഹത്തിലേക്ക് പറിച്ച് നടപ്പെടുകയാണ്. അതുകൊണ്ട് ഇനി മാതാപിതാക്കളോട് താമസിക്കേണ്ടി വരുമെങ്കിലും ചെറുപ്പത്തിലെ അവള് വളർന്ന സാഹചര്യത്തെ പോലെ ഒരിക്കലും അതാകില്ല. അതുകൊണ്ട് ഇനിമേല് നിന്റെ മാതാപിതാക്കൾ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളാണ്. അവരെ ബഹുമാനിക്കുക, മാതാപിതാക്കളെ പോലെ തന്നെ ബഹുമാനിക്കുക. ഇനി നിന്നെ പറ്റി നല്ലത് മാത്രം കേൾക്കുവാനായിട്ട് ഇടവരട്ടെ. ഇനി നിന്നെ പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ ഇടവരട്ടെ. കാരണം അവരുടെ കൂടെ അവളില്ല എങ്കിലും ആരെങ്കിലുമൊക്കെ നിന്നെക്കുറിച്ച് അവിടെ നിന്ന് വന്ന് പറയുന്നവര് നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാനായിട്ട് ഇടവരട്ടെ. അതാണ് ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. എന്താണ് ഒരു മാതാപിതാക്കള് ഒരു മകനോ മകളോ ഏറ്റവും തല്ലിപ്പൊളിയായിട്ട് നടക്കുന്നു എന്ന് കേൾക്കാനാണോ? അല്ല, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഈ ഇടവകയിലെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല മകനാണ്, ഏറ്റവും നല്ല മകളാണ് എന്ന് കേൾക്കുവാനായിട്ടാണ് ഓരോ മാതാപിതാക്കളും ഇഷ്ടപ്പെടുക. ഏറ്റവും നല്ല മകളാണ്, നല്ല സ്വഭാവമുള്ള മകളാണ് നിങ്ങളുടേത്, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള എല്ലാരെയും സഹായിക്കുന്ന പ്രാർത്ഥിക്കുന്ന മകനാണ് നിങ്ങളുടെ. അത് കേൾക്കുമ്പോ തന്നെ മാതാപിതാക്കൾക്ക് ഒരു ഉള്ളിലൊരു സന്തോഷമാണ്, ഒരു ആനന്ദമാണ്. അങ്ങനെ കേൾക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുക. അത് തന്നെയാണ് റഘുവേല് തൻ്റെ മകളോട് ഉപദേശിച്ച് പറഞ്ഞു വിടുക. രണ്ടാമത് സാറയുടെ അമ്മ പറയുന്ന വാക്കാണ്, അത് തോബിയാസിനോടാണ് പറയുക. തോബിയാസിനോട്, ഇതാ ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, നീ അവളെ ദുഃഖിപ്പിക്കരുത്. ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, നീ അവളെ ദുഃഖിപ്പിക്കരുത്. ഇവിടെ ഒത്തിരി എനിക്ക് തോന്നുന്നു ഈ 2 ഉപദേശങ്ങളും സ്വീകരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇന്ന് വരെ ഒത്തിരി വർഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ വിവാഹ ജീവിതം നയിക്കുന്നവരാണ്. അപ്പോൾ ഈ 2 ഉപദേശം, സ്ത്രീക്കുള്ള ഉപദേശം, നീ ഭർത്താവിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, നിന്നെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കുവാനായിട്ട് ഇടവരട്ടെ. ഭർത്താവിനോട് പറയുക,
എൻ്റെ മകളെ നിന്നെ ഏൽപ്പിക്കുകയാണ്, അവളെ ദുഃഖിപ്പിക്കരുത്. ഈ രണ്ട് ഉപദേശം സ്വീകരിച്ചവർ, എനിക്ക് തോന്നുന്നു ബൈബിൾ ഉണ്ടായിട്ട് 2000 വർഷമായി. ഇതൊക്കെ നിങ്ങൾ കേട്ടത് തന്നെയായിരിക്കും അല്ലേ? ആരും കേട്ടിട്ടുണ്ടോ? അത് ബൈബിൾ ഇതുവരെ വായിക്കാത്തവരാണോ? ചിലരുടെ വീടുകളിൽ ബൈബിൾ എന്താ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടി ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചിലര് പൈസയും റേഷൻ കാർഡും ഒക്കെ ബൈബിളിന്റെ അകത്തേക്ക് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോഴങ്ങനെ ബൈബിൾ സൂക്ഷിക്കുന്നവരാണ്. അതോ ബൈബിളൊക്കെ ഈ വചനം കേട്ടിട്ടുണ്ടോ? ഈ വചനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാല് അനുസരിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇതിൽ വരുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷെ നമ്മളിത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു വചനമാണ്. വചനം നമ്മളെപ്പോഴും നിവർത്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു ഉപദേശമായിട്ട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് പ്രാക്ടിക്കൽ ഇതിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നമുക്കിത് നടത്തുവാനായിട്ട് സാധിക്കും. അപ്പോഴേ നമ്മൾ രണ്ടാമതായിട്ട് നമ്മളെ സഭ വിഭാവന ചെയ്യുന്ന ഒരു കുടുംബജീവിതമുണ്ട്. സഭ, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ, പുതിയ മാർപ്പാപ്പ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുക സഭയുടെ ഒരു ചെറിയ രൂപമാണ് കുടുംബം. അതായത് വലിയ സഭയുടെ ചെറിയൊരു സഭയാണ് കുടുംബം. ഇപ്പോഴത് ഏറ്റവും സത്യമായിട്ടുള്ളത് തന്നെയാണ്. പല കുടുംബങ്ങള് ചേർന്നിട്ടുള്ളതാണ് വലിയ സഭ. അപ്പം ആ സഭയുടെ ചെറിയൊരു രൂപമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും ഈശോ ശിരസ്സും നമ്മള് ഈശോയുടെ ശരീരവുമാണെന്ന ഒരു ബോധ്യം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ സഭ വിഭാവന ചെയ്യുന്ന ഒരു കുടുംബത്തിന്റെ പ്രതിജ്ഞയാണ് നമ്മൾ എവിടെ കാണുന്നത്? ഉടമ്പടിയാണ്. നമ്മള് വിവാഹബന്ധം ആശീർവദിക്കുമ്പോൾ നമ്മള് ചെറിയൊരു ഉടമ്പടി കാണുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? 50 വർഷം കഴിഞ്ഞവര്, 60 വർഷം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും നമ്മളൊരു 10-15 കല്യാണത്തിലെങ്കിലും പങ്കെടുക്കുന്നവരാണ്. അപ്പോഴൊക്കെ ഉടമ്പടി, നമ്മള് അന്ന് ആവർത്തിച്ച ഉടമ്പടി ഇന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പുതിയ അംഗങ്ങള് വിവാഹം കഴിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോഴേക്കും നമുക്കൊരു പുതുമ തോന്നും. ഞാനും പണ്ട് ഇങ്ങനെ ഒരു വാഗ്ദാനം നമ്മുടെ അൾത്താരയുടെ മുൻപിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴേക്കും ആ ഉടമ്പടിയിൽ കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവും കുറച്ച് കാര്യങ്ങൾ പോസിറ്റീവുമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉടമ്പടി എടുത്തപ്പോഴ് കുറച്ച് കാര്യങ്ങൾ എന്താണ് പോസിറ്റീവായിട്ടുള്ളതും കുറച്ച് കാര്യങ്ങൾ എന്തുവാ നെഗറ്റീവായിട്ടുള്ളത്. അതില് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മള് സന്തോഷത്തിലും അല്ലെ, സന്തോഷത്തില്, പിന്നെയുള്ളത് സമ്പത്തില്, പിന്നെ ആരോഗ്യത്തില്. സന്തോഷത്തില്, സമ്പത്തില്, ആരോഗ്യത്തില് ഞാൻ ഇയാളെ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. അതിനൊരു വശം കൂടി ഉണ്ട്. സന്തോഷത്തിന്റെ വശം, സന്തോഷത്തിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ദുഃഖം അല്ലെങ്കിൽ സന്താപം. സമ്പത്തിന്റെ ദാരിദ്ര്യം, ആരോഗ്യത്തിന്റെ അനാരോഗ്യം അല്ലെങ്കിൽ രോഗം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ കൂടെ സഭ വിഭാവന ചെയ്യുന്ന കുടുംബത്തില് ഉണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ 3 കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മള് ഇതില് പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്ന 3 കാര്യങ്ങളുണ്ട്: സന്തോഷം, സമ്പത്ത്, ആരോഗ്യം. അനാരോഗ്യവും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ നമുക്ക് എന്ത് പാടില്ല? നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ. ഇപ്പൊ ഞാന് ഒരു കാര്യം പറയാം. വിവാഹത്തില് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ
നമ്മൾ എത്ര വയസ്സ് ഉള്ളവരാണ് വിവാഹം കഴിക്കുക? ഏകദേശം കൂടിയാൽ ഒരു 30, 28, 30, അല്ലെങ്കിൽ അതിൽ കുറവേ ഉള്ളൂ. അപ്പോഴേക്കും വിവാഹ വധു എങ്ങനെയായിരിക്കും? നല്ല സുന്ദരിയായിരിക്കും, ആരോഗ്യമുള്ള ആളായിരിക്കും, സന്തോഷമുള്ള ആളായിരിക്കും. വരനും അതുപോലെ തന്നെ നല്ല ദൃഢഗാത്രനായിരിക്കും, നല്ല ആരോഗ്യം ഉള്ള ആളായിരിക്കും, സൗന്ദര്യമുള്ള ആളായിരിക്കും. ചിലപ്പോൾ സമ്പത്ത്, അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലുള്ള പണം തന്നെ ആയിരിക്കുന്നില്ല, ഗുണം ഉള്ള ആളും ആയിരിക്കും. അപ്പോഴങ്ങനെ രണ്ടുപേരും പൂർണ്ണരായിട്ടാണ്, രണ്ടുപേരും ആ സമയത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് വിവാഹത്തിൽ പങ്കെടുക്കുക. പക്ഷെ നമ്മൾ മക്കളൊക്കെയായി, കുഞ്ഞുമക്കളൊക്കെയായി നമ്മുടെ സൗന്ദര്യം പതുക്കെ നഷ്ടപ്പെടും, നമ്മുടെ ആരോഗ്യം പതുക്കെ നഷ്ടപ്പെടും. ചിലപ്പോഴും നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ തന്നെ സമ്പത്തും ചിലപ്പോഴൊക്കെ കടക്കെണിയിലൊക്കെ വീഴും. മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സമ്പത്ത് ചിലപ്പോൾ പോകും. പക്ഷെ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഇവയൊക്കെ പോയാലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു ബന്ധമാണ് ഭാര്യയും ഭർത്താവിനും ഉണ്ടായിരിക്കേണ്ടത്. അത് സ്നേഹത്തിന്റെ ഒരു ബന്ധമാണ്. ആ ബന്ധം നമ്മൾ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴാണ്. പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മൾ ഭാര്യയെ നോക്കി പറയും, ഇവള് വന്നതിന് ശേഷമാണ് എൻ്റെ കുടുംബത്തിൽ ഇത്രയും കഷ്ടകാലം വന്നത്. ചിലപ്പോ ഭാര്യ പറയും, ഇയാളെ കെട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ദുഃഖം, അല്ലെങ്കിൽ ഇത്രയും സഹനമൊക്കെ ജീവിതത്തിൽ. അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മളൊരാളെ കല്യാണം കഴിച്ചതിന്റെ പേരില്, ഒരാളെ സ്വീകരിച്ചതിന്റെ പേരില് നമുക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് കാലത്തിന്റെ ഒരു ക്രമമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്രമമാണ്. നമ്മള് എന്തൊക്കെ നഷ്ടപ്പെടുന്നോ, എന്തൊക്കെ നേടിയോ അതൊക്കെ ഒരിക്കലും നഷ്ടപ്പെടുമെന്നുള്ളത് ജീവിതത്തിന്റെ ഒരു ക്രമമാണ്. അത് നമുക്കൊരിക്കലും, നമ്മള് അയാളെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നമുക്കത് തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, നമുക്കൊരു ഗാനം ആലപിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വേദന അനുഭവിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്ന, ഒത്തിരി അസമാധാനമൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളുണ്ട്. പലരും ചിലപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരായിരിക്കാം. മക്കൾക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ നമ്മളിവിടെ ആയിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, സ്നേഹിതർക്ക് വേണ്ടിയൊക്കെ ആയിരിക്കാം.
നമ്മുടെ കുടുംബങ്ങളെല്ലാവരെയും ഓർക്കും. ജ്വലിക്കും കുടുംബം, ദൈവസ്നേഹം ജ്വലിക്കുന്ന കുടുംബങ്ങളാണ്. ജ്വലിക്കും കുടുംബം, സ്നേഹത്തിൽ ഒന്നായി ദീപം ജ്വലിക്കും കുടുംബം, സ്നേഹത്തിലൊന്നായ ജീവിതം പങ്കിടും വ്യക്തികൾ വാഴും കുടുംബം, സ്നേഹത്തിലൊന്നായ ജീവിതം പങ്കിടും. തിരുകുടുംബത്തെ പോലെ നമ്മുടെ കുടുംബത്തെ രൂപപ്പെടുത്തണേ. ഈശോ വസിക്കും കുടുംബം, ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കുടുംബം. ആത്മാർത്ഥതയോടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെ എല്ലാം സമർപ്പിക്കും. ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബത്തിനായിട്ട് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ നമുക്ക് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയോടെ ഹൃദയം തുറന്ന് എല്ലാവരും വിളിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കട്ടെ. വലിയ അഭിഷേകം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. എന്റെ കുടുംബത്തില് വലിയ വിടുതൽ ലഭിക്കുന്ന തിന്മയുടെ ശക്തി പാവങ്ങളൊക്കെ മാറിപ്പോവാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഹൃദയം തുറന്ന് ഈശോയെ വിളിക്കട്ടെ. വലിയ അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മ ശക്തിയാൽ വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോയുടെ സംരക്ഷണ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കുടുംബത്തിനുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാം സമർപ്പിച്ച് ഒരു നിമിഷം ഈശോയുടെ കൈകളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. ഇപ്പോൾ ദൈവം വിഭാവന ചെയ്യുന്ന കുടുംബത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. ഈശോ വിഭാവന ചെയ്യുന്ന കുടുംബത്തെക്കുറിച്ച് കേട്ടു. ഇനി നമ്മൾ വിഭാവന ചെയ്യുന്ന ഒരു കുടുംബമുണ്ട്. നമുക്ക് ഒരു വിഭാവനയുണ്ട് കുടുംബത്തെക്കുറിച്ച്. നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോഴും മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒരു വർഷം മുമ്പ് തന്നെ, ചിലപ്പോൾ ഒത്തിരി വർഷം സ്നേഹിച്ചവരായിരിക്കാം വിവാഹം ചെയ്യുന്നത്. ചിലപ്പോൾ 6 മാസം എൻഗേജ്മെന്റ് കഴിഞ്ഞ് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വിവാഹം. അപ്പോൾ ഒരു മിനിറ്റ് ഇടവെച്ച് നമ്മൾ എന്ത് ചെയ്യും? മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയം പ്രകടിപ്പിക്കുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്, കല്യാണം കഴിഞ്ഞ് നമ്മുടെ ജീവിതമൊക്കെ സ്വർഗതുല്യമായിരിക്കും, പറുദീസ പോലെ വളരെ മനോഹരമായിരിക്കും. പരസ്പരം മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞാലും മെസ്സേജ് അയച്ചാലും കണ്ടിട്ടും ചിലപ്പോൾ റിപ്ലൈ ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ പാരമ്പര്യത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ വിവാഹത്തിന് മുൻപ് ഒത്തിരി കെയർ ചെയ്തിരുന്ന, ഒത്തിരി എന്ത് തന്നെ എവിടെ നീ പോകുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ച് ഓരോ മിനിറ്റ് കൊണ്ടും അന്വേഷിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് നമ്മൾ വിവാഹം കഴിഞ്ഞ് സ്വന്തമാണ് എന്ന് തോന്നിക്കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും? പുറകിലോട്ട് മാറും. ഇനിയിപ്പം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞില്ല, അവിടെ എവിടെങ്കിലും ഒതുങ്ങി ഇരുന്നോളും. ഒരു സ്നേഹത്തോടെ സംസാരിക്കാനുള്ള ഒരു സമയം നമ്മൾ വിട്ടുപോകും. അവരെ ബഹുമാനിക്കാനുള്ള ഒരു സമയം നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ബഹുമാനിക്കാനായിട്ട് നമ്മൾ വിട്ടുപോകും. അവരുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്താതെ വരും. കൂടാതെ അവരുടെ മനസ്സ്, അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിലൊക്കെ കുറവ് വരും. അത് പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. അത് അവർക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടോ പരിഗണന ഇല്ലാത്തത് കൊണ്ടല്ല. അത് ജീവിതത്തിന്റെ ഒരു രണ്ടാമത്തെ
സ്റ്റേജ് അങ്ങനെയാണ്. കാരണം സ്വന്തമായിട്ടുള്ള ഒരാൾ എപ്പോഴും ഒപ്പമുണ്ട് എന്നുള്ള ഒരു തോന്നല് ചിലപ്പോൾ നമ്മൾ അവർക്ക് റിപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ കെയർ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു ഇതിലേക്ക് വരും. പക്ഷെ ഇതിനെ പലപ്പോഴും നമ്മൾ തന്നെ നെഗറ്റീവായിട്ട് എടുക്കാറുണ്ട്. കാരണം എൻ്റെ വിവാഹത്തിന് മുൻപ് ഞാൻ സ്വപ്നം കണ്ട ജീവിത പങ്കാളി ആകാൻ പോകുന്ന ആണ് അല്ലെങ്കിൽ പെണ്ണ് വാഗ്ദാനം എപ്രകാരം ചെയ്തോ, ഞാനിങ്ങനെ ആയിരിക്കും, വിവാഹം കഴിഞ്ഞാൽ ഇതിലും 100 ഇരട്ടിയായിട്ട് ഞാൻ സ്നേഹിക്കും, നിന്നെ കെയർ ചെയ്യും എന്നൊക്കെ വാഗ്ദാനം കൊടുത്ത ഒരു ലൈഫായിരിക്കില്ല വിവാഹം കഴിഞ്ഞിട്ട്. പലരുടെയും പരാതി ഇത് തന്നെയാണ്. മുമ്പൊക്കെ എന്നെ എവിടെ പോയാലും ചോദിക്കും, എന്ത് സുഖമായിട്ടിരിക്കുന്നോ, കഴിച്ചോ, എവിടെ എന്ത് ചെയ്യുന്നു, നല്ലതുപോലെ എല്ലാം കഴിക്കണം, സമയത്തിനൊക്കെ കഴിക്കണം എന്നൊക്കെ പറയുന്ന ആളിപ്പോഴും മിണ്ടുന്നില്ല. പട്ടിണി കിടന്നാലും ചോദിക്കുന്നില്ല കഴിച്ചോ എന്നുള്ളത്. അപ്പോഴേക്കും അതൊരു ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഹൃദയത്തിൽ ഒരു ഇഷ്ടം ഉണ്ട്. അത് പക്വതയുടെ ഇഷ്ടമൊക്കെ ആകാം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴ് പെണ്ണും ചെറുക്കനും വിചാരിക്കുന്ന ഒരു കാര്യമാണ്. വിവാഹത്തില് മാതാപിതാക്കള് ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? സ്വർണം വേണമെങ്കിൽ സ്വർണം എടുക്ക്, സാരി ഇഷ്ടപ്പെട്ടത് എടുക്കുക, അല്ലെങ്കിൽ കോട്ടോ പാൻസോ ഒക്കെ നല്ലത് നോക്കിയെടുക്കുക, എത്ര രൂപയാണെങ്കിലും കുഴപ്പമില്ല. ബന്ധുക്കൾ തന്നെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും, ഒരിക്കലും മിണ്ടാത്തവരൊക്കെ വന്ന് സംസാരിക്കുന്നു, വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. ചുറ്റിലും സ്നേഹത്തിന്റെ ഒരു വലയം മാത്രം. അപ്പോഴേക്കും നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് തന്നെയായിരിക്കും എന്ത് ജീവിതകാലം മുഴുവനും ഇത് തന്നെയായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക. പക്ഷെ മാരേജിന്റെ ബ്ലെസ്സിങ് കഴിയുന്ന ആ സമയം പിന്നെ ഒറ്റ എണ്ണത്തിന് എന്ത് പൊടിയിട്ട് നോക്കിയാല് കാണുകയിലെല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കാളും ഓപ്പോസിറ്റായിട്ട് ആയിരിക്കും നടക്കുക. എങ്ങനെയെങ്കിലും ഈ ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുക. ഇത്രമാത്രം ചെലവായാൽ എന്ത്, വീട്ടിൽ നിന്നൊരു ശല്യം പോയല്ലോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുക. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. ഈ വിവാഹ വാഗ്ദാനത്തിന്റെ ഒരു നെഗറ്റീവ് വശം നമ്മളോട് പറയുക, അങ്ങനെ ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. സന്തോഷവും സമ്പത്തും ആരോഗ്യവും നിനക്ക് ഉണ്ട്, പക്ഷെ മറുവശത്ത് അനാരോഗ്യവും ദുഃഖവും ദാരിദ്ര്യവും കൂടി ഉണ്ട് എന്നത് ഓർമ്മിപ്പിക്കുന്നതാണ് വിവാഹ അവസരത്തിലെയും വിവാഹം കഴിഞ്ഞുള്ള ആ ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം തുടങ്ങുന്ന അവസരം. നമ്മൾ വിവാഹത്തിൽ 3 കാര്യങ്ങൾ നമ്മൾ ബ്ലസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാ? 3 കാര്യങ്ങൾ നമ്മൾ ആശീർവദിക്കുന്ന, അതായത് ബ്ലസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയോ? അറിയല്ലേ? 1 താലി, അല്ലേ? താലി ബ്ലസ് ചെയ്യുന്നില്ലേ? താലി. 2-മത്തേത് മോതിരം. 3-മത്തേത് മന്ത്രകോടി. ഇത് 3 നമ്മൾ ബ്ലസ് ചെയ്ത് അണിയിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് 3ലും ഓരോ സന്ദേശം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ താലി, നമ്മള് 2 അറ്റം ഉള്ളവര്, അതായത് 2 അറ്റമുള്ള ഒരു മാലയാണ് താലി. ചിലപ്പോൾ ചരടുമാകാം, ചിലപ്പോൾ മാലയാകാം. അപ്പോൾ 2 അറ്റം, അതായത് പുരുഷനും സ്ത്രീയും വിവാഹത്തിന് മുൻപ് വരെ 2 അറ്റം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അതായത് അവർക്ക് 2 ധ്രുവങ്ങൾ പോലെ നിന്നിരുന്ന വ്യക്തിയാണ്. 2 വ്യക്തിയാണ്, 2 ശരീരമാണ്, 2 ആത്മാവാണ്, അല്ലെങ്കിൽ 2 സ്വപ്നങ്ങളുള്ളവരാണ്, 2 ജീവിത രീതി സ്വീകരിച്ചാണ്, 2 മാതാപിതാക്കളിൽ നിന്ന് വന്നവരാണ്, 2 സാഹചര്യത്തിൽ വളർന്നവരാണ്, 2 ആഹാരം ഇഷ്ടപ്പെടുന്നവരാണ്, 2
പ്രകൃതമുള്ള കൂട്ടുകാരുമായിട്ട് അവര് ഇട ചേർന്ന് വളർന്നവരാണ്. അങ്ങനെ രണ്ട് എന്നുള്ള ഒരു കാര്യത്തില് അവർ അടിസ്ഥാനമിട്ട് വളർന്നു വന്നവരാണ്. പക്ഷെ താലി നമ്മൾ ബ്ലസ് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ബ്ലസ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് കൂട്ടിക്കെട്ടും എന്നുള്ളതാണ്, അല്ലേ? നമ്മള് കൂട്ടിക്കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴിനി ഒന്നാണ്. ഇപ്പൊ പള്ളിയിൽ രണ്ട് കുടുംബത്ത് കയറി വന്നവര്, രണ്ട് ദിക്കിൽ നിന്ന് കയറി വരുന്നത്, രണ്ട് ഭവനങ്ങളിൽ നിന്ന് വന്നവര്, രണ്ടായിട്ട് വന്നവര്. പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ ബാക്കി ആരും അവരുടെ ഒപ്പം കാണുകയില്ല. അവര് രണ്ടുപേരുമാണ് കൈപിടിച്ച് ഒന്നായിട്ട് പോകുക. അത് തന്നെയാണ് അതിന്റെ പ്രതീകം. ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ച് അവരെ ഒരാത്മാവുള്ളവരാക്കി, ഒരു സ്വപ്നമുള്ളവരാക്കി മാറ്റി, ഒരു ഭവനത്തിലേക്ക് ഒരു ശരീരത്തോടെ അയക്കുന്നു എന്നതിന്റെ പ്രതീകമാണ് ഈ കൂട്ടിക്കെട്ടുന്ന താലി. അതുകൊണ്ട് തന്നെ പല അമ്മമാര് എന്ത് തന്നെ പണയം വയ്ക്കാൻ കൊടുത്താലും ഈ താലി ഊരാൻ പറയുമ്പോ അവർക്ക് പിന്നെ അവർ സമ്മതിക്കൂല, പിന്നെ അടിയും ബഹളമൊക്കെയാണ്. കാരണം അവർക്കതിന്റെ ആ പവിത്രതയും ആ ഇമ്പോർട്ടൻസും അവർക്കറിയാം. ഇത് ഒരിക്കലും എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഊരേണ്ടതല്ല എന്നുള്ള ഒരു കാര്യം. കാരണം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്നുവിട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ദാരിദ്ര്യമൊക്കെ കൂടി വന്ന താലിമാല പോലും പണയം വയ്ക്കേണ്ടി വരും. എന്നാലും പലപ്പോഴും അത് ഊരുമ്പോഴുള്ള ആ വിഷമം അവര് അനുഭവിക്കുന്നതിന്റെ ഒരു കാരണം ഈ താലി അത്രയ്ക്കും പവിത്രതയുള്ളത് കൊണ്ടാണ്. ദൈവം അത് അനുഗ്രഹിച്ച് നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഊരാനായിട്ട് അത്രയും പ്രയാസം. അവരുടെ ഹൃദയം പറിച്ചെടുക്കുന്ന, അവര് ഹൃദയത്തോട് ചേർത്ത് അവര് അത്ര നാളും സൂക്ഷിച്ച ഒരു താലിയാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ ആയിരിക്കും പലരും താലിയൊക്കെ ഊരി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ താലി ആ പവിത്രതയോടുകൂടെ തന്നെ സൂക്ഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഈശോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ മോതിരം നമ്മൾ ആശീർവദിക്കും റിങ്ങിന്, അല്ലേ? നമ്മള് റിങ് എന്നാണ്. അപ്പൊ റിങ്ങിന്റെ അർത്ഥം തന്നെ എന്തില്ല? അറ്റമില്ലാത്ത ഒരു സാധനമാണ്, അല്ലെ? അറ്റമില്ലാത്ത നമ്മുടെ കയ്യിലണിയുന്ന ഒരു സ്വർണമാകാം, അത് മറ്റെന്തെങ്കിലും വെള്ളിയോ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോഴേക്കും റിങ് അറ്റമില്ലാത്ത ഒരു വളയമാണ്. അതിനെ പറയുക, ഇവര് താലി കെട്ടിക്കഴിഞ്ഞ് മോതിരം ഇടുമ്പോൾ ഇനി നിങ്ങൾ ഒന്നാണ്. നിങ്ങളുടെ സ്നേഹത്തിനോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ നിങ്ങളുടെ ഇതിന് ഒരു പരിധിയുമില്ല. രണ്ടുപേരും ഈ റിങ് പോലെ ഇങ്ങനെ ഒന്നിച്ച് ചുറ്റിക്കൊണ്ട് ഇരിക്കണം. നിങ്ങൾക്ക് ആദ്യവും മരണം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടുപേരും ഈ ഒരേ ഇതിൽ തന്നെ റൗണ്ട് ചെയ്ത് ഇരിക്കണം എന്നാണ്. ദൈവം എന്ന റൗണ്ട് അല്ലെങ്കിൽ സ്നേഹം എന്ന റൗണ്ടില് ഇങ്ങനെ നിങ്ങൾ ചുറ്റിയ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഒരിക്കലും പൊട്ടിച്ച് രണ്ടാക്കാനായിട്ട് പാടില്ല. ഒറ്റ വളയം പോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും വിരലുകളിൽ ഇത് ഉണ്ടാകണമെന്നുള്ളതാണ്. അത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അർത്ഥം തന്നെയാണ്. ദൈവം നിങ്ങളെ ഒന്നാക്കി ഒരേ പാതയിലൂടെ എവിടെ ചെന്നാലും റൗണ്ട് ചെയ്ത് നിങ്ങളിൽ തന്നെ എത്തുന്ന, നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് എത്തുന്ന, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു റൗണ്ടാണ് നിങ്ങൾ ഇനി രണ്ടുപേരും. രണ്ടല്ല, നിങ്ങൾ ഒന്നാണ് എന്നുള്ളതാണ്. കൂടാതെ നമ്മള് മന്ത്രകോടി നമ്മള് ശിരസിലിങ്ങനെ പതുക്കെ പിടിപ്പിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിന്റെ പ്രാർത്ഥനയില് ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു പുതുമ എന്നുള്ളതാണ്. ദൈവം നിങ്ങൾക്ക് ഇന്ന് സ്നേഹത്തിന്റെ പുതുമ, അതായത് വളരെ പവിത്രതയോടെയാണ് ഒരു പെണ്ണിനെ ആണിനും ആണിനെ പെണ്ണിനും. കാരണം വേറെ കളങ്കമൊന്നും അവരുടെ മനസ്സിൽ വന്നില്ല. രണ്ടുപേരും പൂർണ്ണ സ്വതന്ത്രത്തോടെ പൂർണ്ണ മനസ്സോടെ ഒരാൾ മറ്റൊരാളിനെ സ്വീകരിക്കുകയാണ്. എല്ലാ കഴിവുകളുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, മറ്റ് സ്നേഹബന്ധങ്ങളെല്ലാം, മാതാപിതാക്കളുണ്ട്, എല്ലാം എല്ലാവരും ഉള്ളപ്പോൾ തന്നെയാണ്
ഒരു ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും സ്വീകരിക്കുന്നത്. വളരെ പുതുമയോടെ പുതിയൊരാളിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നുന്നു ആ മന്ത്രകോടി ആരും അധികം പുറത്ത് എടുക്കാറില്ല, ഒടുക്കാറൊന്നില്ല. എപ്പോഴും അലമാരയിൽ ഭദ്രമായിട്ട്, കാരണം അതിന് ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ് അത്. അതായത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ള ഈ സ്വീകരിച്ച പുതുമയുള്ള ജീവിതം എപ്പോഴ് ചുക്കിച്ചുളുങ്ങിയ കവിള് വന്നാലും, ആരോഗ്യമില്ലാത്ത കൈകാലുകൾ ഉണ്ടായാലും, നരച്ച മുടിയുണ്ടായാലും, മുടിയില്ലാത്ത തലയുണ്ടായാലും, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ പുതുമ മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. മരണം വരെ ഞാൻ മരിക്കുമ്പോഴും ഇയാളോടൊപ്പം ഈ പുതുമ, ഇപ്പോഴും ഞാൻ സന്തോഷിക്കുന്ന സന്തോഷം എനിക്കുണ്ടാകണം. ഇന്ന് ഞാന് സുന്ദരി നിന്നെയാണല്ലോ ഞാൻ കെട്ടിയതെന്ന് അന്ന് മനസ്സുകൊണ്ട് പറയുന്ന ആ പുതുമ മരിക്കുമ്പോഴും, ഇത് എന്താ മുഖമൊക്കെ ചുളുങ്ങുമ്പോഴും എനിക്ക് ആ സ്നേഹം തന്നെ, ആ സൗന്ദര്യം തന്നെ ഉണ്ടാകണം. ഞാന് എൻ്റെ പ്രിയപ്പെട്ടവളെ എന്ന് ആ ദിവസം വിളിക്കുന്ന വിളി എനിക്ക് മരണം വരെ എൻ്റെ ജീവിതത്തില് നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനത്തെ ഒരു പുതുമ എൻ്റെ ജീവിതത്തില് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഈ മന്ത്രകോടിയുടെ അർത്ഥം. പക്ഷെ ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എത്ര തന്നെ വയസ്സായാലും, എത്ര തന്നെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും, എത്ര തന്നെ ദാരിദ്ര്യം അനുഭവിച്ചാലും ഈ വിവാഹത്തിന്റെ പുതുമ രണ്ടുപേരിലും ഉണ്ടാകണം എന്നുള്ളത് ഈശോയുടെ ആഗ്രഹമാണ്. നമ്മുടെയും അത് ആഗ്രഹമായിരിക്കണം എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോഴാണ് ഞാനിങ്ങനെ ഓർക്കുക, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്, സമയമായിക്കൊണ്ടിരിക്കുകയെന്ന്. ഇവിടെ ഒരു ചെറിയൊരു സംഭവം. ഒരിക്കല് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ, ഞാൻ സെമിനാരിയിൽ നിന്നൊക്കെ പോയ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ വൈകിട്ട് ഞങ്ങളിങ്ങനെ എല്ലാവരും ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെല്ലാം വന്ന് ഒന്നിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ കല്യാണം, വിവാഹം കഴിഞ്ഞു 1-2 വർഷമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ വളരെ സങ്കടത്തോടെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അപ്പം ഞങ്ങൾ കളിയാക്കി എല്ലാവരും ചോദിക്കുന്നു, എങ്ങനെയുണ്ട് വിവാഹ ജീവിതം, അടിച്ചു പൊളിച്ച് പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അവനിങ്ങനെ എന്ത് ചെയ്യും എന്ന്, എൻ്റെ ആക്ഷനൊക്കെ എന്ത് ചെയ്യാനാണ്, പെട്ടുപോയെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങളെ ചോദിച്ചു, എന്ത് പറ്റി എന്ന്. എൻ്റെ ദൈവമേ, ഒരു സമയവും ഒരു എന്താ പറയുക സ്വസ്ഥത തരുന്നില്ല, അടി ബഹളം, എന്നെയൊക്കെ ഉപദ്രവിക്കുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കൂടെയുള്ള കൂട്ടുകാരിങ്ങനെ കളിയാക്കി. ഇങ്ങനെ ജീവിച്ചു പോയാ വല്ലതും നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ എത്തുവോ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറയുന്നത്, എന്നാലും എനിക്ക് അവളെ ഇഷ്ടമാണ്, എന്നാലും എനിക്ക് അവളെ ഇഷ്ടമാണ്. എല്ലാ പിച്ചും മാന്തും അടിയൊക്കെ തന്നിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാനിങ്ങനെ വല്ലതും അടിക്കാനോ പറയാനോ പോയി കഴിഞ്ഞാൽ അവളുടെ ഒരു മറുപടിയാണ്, എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ മാന്താനും പിച്ച. അതോടുകൂടി എൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് പോകും. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്, അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചുവരിനെയോ മറ്റുള്ളവരെ പോയി മാന്താൻ പറ്റുമോ? എനിക്ക് അവക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് തന്നെ അവൾ ഉപദ്രവിച്ചാലും ചിലപ്പോൾ എൻ്റെ ചെവിയിലൊക്കെ ഒന്ന് കടിക്കുമെന്ന് പറയുന്നത്, കടിക്കുക, മാന്ത് എല്ലാം ചെയ്യും. പക്ഷെ ഈ ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ ഒന്നും മിണ്ടുകയില്ല. കാരണം തീർന്നു, അയാളുടെ പരാതി മുഴുവൻ എന്ത് ചെയ്തു, തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ചിലർക്ക് അങ്ങനെയാണ്, ചിലപ്പോൾ ഒത്തിരി ഉപദ്രവിക്കും, നമ്മളെയൊക്കെ ഒത്തിരി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, നമ്മളെ കൊള്ളത്തില്ല എന്ന് പറയും. പക്ഷെ ആ ഹൃദയത്തില് നമുക്കുള്ള സ്ഥാനം വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ അവരുടെ ലോകം, അവരുടെ ലോകം എന്നുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവരങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ കൂടെ
തയ്യാറായിക്കൊള്ളണം എന്നുള്ളതാണ്. കാരണം പിച്ചും മാന്തലും ഒക്കെ തെറിയും എല്ലാം കേൾക്കേണ്ട ഒരേ ഒരാളാണ്. അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കായിരുന്നു. അയാളുടെ ലോകം കുറച്ച് പേര് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ആർക്കെങ്കിലും ഒക്കെ തെറി കിട്ടുമായിരുന്നു. പക്ഷെ ഒരു ജീവിത പങ്കാളിയുടെ ഭാര്യയുടെ ലോകം ഭർത്താവ് മാത്രമായാല്, ഭർത്താവിന്റെ ലോകം ഭാര്യ മാത്രമായാല് നമുക്ക് കുഴപ്പമാണ്. കാരണം ഉള്ള ഉപദ്രവമൊക്കെ വാങ്ങിക്കുവാനായിട്ട് നമ്മൾ തയ്യാറായിക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പോഴത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിച്ച് അയച്ചിട്ടുണ്ട്. അവരെ എത്ര തന്നെ പോരായ്മകളുണ്ടായാലും കുറവുണ്ടായാലും ആത്മാർത്ഥതയോടെ സ്നേഹിക്കുക. ഒരിക്കലും വിട്ടുപോകാത്ത ഒരു ബന്ധമായിട്ട് ഹൃദയത്തോട് തന്നെ ചേർത്ത് പിടിക്കുക. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ കുറവില്ലാത്ത ആരും ഈ ജീവിതത്തിലില്ല, ആരുമില്ല. ഇയാളെ വിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വൈഫ് വേണ്ട, ഇതിനേക്കാളും മെച്ചമുള്ള ഒരു വൈഫ് വേണമെന്ന് പറഞ്ഞ് അയാളെ ഉപേക്ഷിച്ച് വേറൊരാളെ സ്വീകരിച്ചാലും അവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. വേറെ രീതിയിലായിരിക്കും അവർക്ക് കുറവുകളുള്ളത്. അതുകൊണ്ട് ഈശോ പറയുക, നിങ്ങൾക്ക് യോജിച്ച ഇണയെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നെന്ന്. അത് സന്തോഷത്തോടെ സ്വീകരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി തന്നെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. നമുക്കറിയാം, നമ്മൾ ഇവിടെ ഈശോ നൽകിയ സന്ദേശത്തിലെ കുറവുകളുള്ള ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അവരെല്ലാം സമർപ്പിക്കാം. ഈശോയുടെ അനുഗ്രഹത്തിൻ്റെ കരങ്ങളിൽ ഈശോയെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും നീ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഏത് ദുഃഖാവസ്ഥയിലും നിന്നിലേക്ക് ഓടിയെത്തുവാനായിട്ട്, നിന്റെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട്, നിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് IMS മാതാവ് വഴി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിലെ പോരായ്മകളെല്ലാം നമുക്കൊരു നിമിഷം നമ്മുടെ അപ്പച്ചനെയും അമ്മച്ചിയെയും ജീവിത പങ്കാളിയും മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ ഓർക്കാം. ഇവിടെ ആയിരിക്കുന്നവരെ ഓർക്കാം, ദൂരെ ആയിരിക്കുന്നവർ ഒത്തിരി പേര് വിദേശങ്ങളിലൊക്കെ ഉണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകാൻ എല്ലാ ജീവിത പങ്കാളികളെയും ഈശോ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി, ഇത് തന്നെയാണ് എനിക്ക് ചേർന്ന ഇണ, ഈ ഇണയെ ഞാൻ കുറവുകളോടും കഴിവുകളോടും സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് മാത്രം ഈശോ എനിക്ക് നൽകണമേ. വലിയ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിത പങ്കാളിയെ എൻ്റെ ജീവിതത്തിലോട്ട് പൂർണ്ണമായിട്ട് സ്നേഹിക്കുവാനായിട്ട്, പൂർണ്ണമായ മനസ്സോടെ സർവശക്തിയോടെ, ഇത്രനാളും ഞാൻ സ്നേഹക്കുറവ് കാണിച്ച എൻ്റെ ജീവിത പങ്കാളിയോട് കൂടുതൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ പെരുമാറുവാനായിട്ട് എന്നെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെല്ലാം തിന്മയുടെ ശക്തികളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെല്ലാം വിടുതൽ കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയുടെ പോരായ്മകളെല്ലാം ഈശോ എടുത്തു മാറ്റുവാനായിട്ടും നല്ലൊരു ജീവിത പങ്കാളി, സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബത്തിലേക്ക് എല്ലാ ജീവിത പങ്കാളിയെ നയിക്കുക പരിശുദ്ധാത്മശക്തിയാൽ നമ്മെ ഒരുക്കുന്നതിന് വേണ്ടി നമ്മെ ഒരു നിമിഷം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് മാതാവിൻ്റെ സംരക്ഷണത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുടുംബത്തെക്കുറിച്ചോ നമ്മോട് 1 മണിക്കൂർ സമയം വളരെ ശാന്തമായി സംസാരിക്കുകയും
അത് സശ്രദ്ധം ശ്രവിക്കുവാൻ നമ്മുടെ മനസ്സുകൾക്ക് ശക്തി കിട്ടുകയും ചെയ്യുകയുണ്ടായി. അച്ഛൻ്റെ ടോക്ക് വളരെ